ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. മണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ദൈവമുണ്ട്. എന്താണ് ആത്മീയത അല്ലെങ്കിൽ ആത്മീയം എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? ആത്മീയതയെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നിലവിൽ ദൈവത്വവാദം അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. മണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ദൈവമുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഞാൻ പറയാൻ വന്ന രണ്ടാമത്തെ ആത്മീയതയുടെ രണ്ട് വശങ്ങളാണ്. അതായത് മണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ജീവനുണ്ട്. ജീവത്വവാദം. പ്രപഞ്ചം ഓരോന്നും ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് നശിപ്പിക്കാനുള്ള ഒരു സാധനമാണ് അതിനകത്ത്. ഇരുമ്പ് എങ്ങനെയാണ് തുരുമ്പായിട്ട് നാളെ സമയത്ത് അത് ഇരുമ്പില്ലാതാവണം, അത് നിലനിൽക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യനെന്ന് പറയുന്നത് ഭൂമിയെ ഇല്ലാതാക്കുന്ന ഒരു തുരുമ്പായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ശരിയെന്നോ തെറ്റൊന്നല്ല ഞാൻ പറഞ്ഞു. പ്രപഞ്ചത്തിന് ആവശ്യമാണ്, പ്രപഞ്ചം തന്നെയായിരിക്കും ചെയ്യുന്നത്. ഉദാഹരണം, നമ്മൾ മരണപ്പെട്ടു, പക്ഷേ ഇത് അവസാന നമ്മുടെ ഓരോ കോശവും ഇല്ലാതാക്കാനുള്ള ഘടകം വരെ നമ്മളെ ബോഡിയിൽ ഇട്ടിട്ടുണ്ട്. അത് പ്രപഞ്ചത്തിന്റെ ആവശ്യമാണ്. പ്രപഞ്ചത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ.